ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ പദത്തിന് ഹൗഖല എന്ന് പറയും. ഹൗഖല, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ഈ ദിക്ർ അത് ശ്രേഷ്ഠമായ ഏറെ പ്രത്യേകതയുള്ള ദിക്റുകളിലൊന്നാണ്. അള്ളാഹുവിനോടുള്ള സഹായത്തേട്ടമാണ് അതിലുള്ളത്. എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് പ്രയാസമായി തോന്നുന്നോ, എന്തു പറയുക? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹു ആ കാര്യത്തിന് സഹായിക്കുമെന്നാൽ അള്ളാഹു അത് എളുപ്പമാക്കി തരും. ഒരു പ്രയാസം മുന്നിൽ വന്നോ, എന്തു പറയുക? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹു അത് എളുപ്പമാക്കി തരും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് കൻസുൻ മിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിലെ നിധികളിൽ ഒരു നിധിയാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. 4 ശ്രേഷ്ഠമായ വാചകങ്ങളുടെ കൂടെ ഈ വാക്ക് പറയുക, 5 എണ്ണം പൂർത്തീകരിക്കുക. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാൻ ഏറെ സാധ്യതയുണ്ട്. അതിൻ്റെ കൂടെ പറയുക, അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹുമ്മ അർഹംനി, അല്ലാഹുമ്മ ആഫിനി, അല്ലാഹുമ്മ അർസുഖ്നി, അല്ലാഹുമ്മ ഹ്ദിനി. നോക്കൂ നിങ്ങൾ, 10 വാചകങ്ങൾ. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹു എനിക്ക് പുറത്തു നൽകണം. അല്ലാഹുമ്മ അർഹംനി, അല്ലാഹു എനിക്ക് റഹ്മത്ത് ചൊരിയണമേ. അല്ലാഹുമ്മ അർസുഖ്നി, അല്ലാഹു എനിക്ക് റിസ്ക് നൽകണമേ. അല്ലാഹുമ്മ ആഫിനി, അല്ലാഹു എനിക്ക് ആഫിയത്ത്, ആരോഗ്യവും സൗഖ്യവും നൽകണമേ. അല്ലാഹുമ്മ ഹ്ദിനി, അല്ലാഹു എനിക്ക് ഹിദായത്ത് നൽകണമേ. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി. എന്നൊക്കെ അല്ലാഹുമ്മ ചേർത്ത് പറയുക, അല്ലെങ്കിൽ ചേർക്കാതെ പറയുക. അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വആഫിനി വർസുഖ്നി വഹ്ദിനി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരു അറാബി വന്നിട്ട് ദിക്റുകൾ ചോദിച്ചു, നല്ല വാചകങ്ങൾ പഠിപ്പിച്ചു തരാൻ പറഞ്ഞു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പറഞ്ഞ 5 വാചകങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. അദ്ദേഹം അത് കൈകൊണ്ട് എണ്ണി, എന്നിട്ട് പറഞ്ഞു, ഇതെൻ്റെ റബ്ബിനുള്ളതാണ്, എനിക്കെന്താണുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ഇത് ദുആ ചെയ്യുക. അദ്ദേഹം മറ്റേ കയ്യിൽ ആ ദുആകൾ എണ്ണി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, കൈ നിറയെ, 2 കൈകൾ നിറയെ നന്മയുമായിട്ടാണ് അദ്ദേഹം പോയത്. അതുകൊണ്ട് ആവർത്തിക്കുക റബ്ബിനെ പ്രകീർത്തിക്കുന്ന വാചകങ്ങൾ. അതുപോലെ അള്ളാഹുവിനോടുള്ള ഈ ദുആകൾ സ്വർഗത്തിലെ നിധികളിലൊരു നിധിയാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമ്മൾ നമ്മുടെ കഴിവിലും നമ്മുടെ സാമർഥ്യത്തിലും നമ്മുടെ ശക്തിയിലും ഒന്നിലുമല്ല അവലംബം അർപ്പിക്കേണ്ടത്. ഒരാളിലുമല്ല, ഒരു പടപ്പിലുമല്ല, അതുപോലെ നമ്മിലുമല്ല. ഞാൻ വലിയ സമർത്ഥനാണ്, എന്നോട് അവൻ്റെ ഒരു കളി നടക്കില്ല, ഞാൻ വിചാരിച്ചൊക്കെ നേടിയെടുക്കും, ഞാൻ ആത്മവിശ്വാസമുള്ളവനാണ്. ഒരാത്മവിശ്വാസം നമുക്കില്ല. നമുക്ക് വിശ്വാസം അല്ലാഹുവിലാണ്. നമുക്ക് ഉറപ്പ് നമ്മിലല്ല, പിന്നെ ആരിലാണ്? അല്ലാഹുവിലാണ്, റബ്ബിലാണ്. നമ്മുടെ ശക്തിയിലോ സാമർഥ്യത്തിലോ കഴിവിലോ അല്ല. അങ്ങനെ ഒരുവൻ ചിന്തിച്ചാൽ അള്ളാഹു അവനെ കൈവിട്ട് കളയും. അള്ളാഹു അവനെ അവനിലേക്ക് ഏൽപ്പിച്ചു കളയും. റബ്ബിനോട് നമ്മൾ തേടുന്നത് എന്താണ്? വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. റബ്ബേ, നീ എൻ്റെ കാര്യം എന്നിലേക്ക് ഏൽപ്പിച്ച് കളയരുതേ. തർഫത ഐൻ, ഒരു കണ്ണിമ വെട്ടുന്ന നേരത്തേക്ക് പോലും. അങ്ങനെ ഏൽപ്പിച്ചാൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അതുകൊണ്ട് സ്വന്തം കഴിവിൽ നിന്നും ശക്തിയിൽ നിന്നുമെല്ലാമുള്ള ബന്ധം ഒഴിവാവുകയാണ്. അതിലൊന്നുമല്ല ഞാൻ അവലംബിച്ചിട്ടുള്ളത്, എൻ്റെ റബ്ബിലാണ് എന്ന പ്രഖ്യാപനമാണ് ഇതിലുള്ളത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ലാ ഹൗല, ഒരു കഴിവുമില്ല. എന്തെങ്കിലും ഒരു അപകടം തടുക്കാൻ ഒരു കഴിവെനിക്കില്ല, ഒരു കഴിവില്ല. വലാ ഖുവത, ഒരു ശക്തി എനിക്കില്ല. എന്തെങ്കിലും ഒരു നന്മ നേടാൻ ഒരു ശക്തി എനിക്കില്ല. ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ, എൻ്റെ റബ്ബിനെ കൊണ്ടല്ലാതെ. ഇതാണ് ആ ശ്രേഷ്ഠമായ വാക്ക്.